ഡേറ്റ ടൈപ്പുകളെ പറ്റിയാണ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. എന്താണ് ഡേറ്റ ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് ഡേറ്റ ടൈപ്പുകളുണ്ട്, എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ നമുക്ക് സെക്ഷനിലേക്ക് പോകാം. പൈത്തണിൽ നമ്മൾ ഡേറ്റ ടൈപ്പുകൾ ആക്ച്വലി ക്ലാസ്സുകളായിട്ടാണ്, അതായത് നമ്മളൊരു ഡേറ്റ ടൈപ്പ് ഏത് ടൈപ്പ് ഡേറ്റ ടൈപ്പാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ C++, ജാവയൊക്കെയാണെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ്, ഇൻറ്റീജർ ആണോ ഫ്ലോട്ട് ആണോ എന്നുള്ളത് യൂസർ പറഞ്ഞു കൊടുക്കണം. പക്ഷേ പൈത്തണിൻ്റെ കേസിനകത്ത് നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അത് തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. സോ നമ്മളൊരു വേരിയബിൾ കൊടുത്താൽ വേരിയബിളിലേക്ക് ഒരു വാല്യൂസിനെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ആ ഒരു വേരിയബിളിനെ ക്ലാസ് ആയിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. അതായത് ഈ പൈത്തൺ ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പൈത്തൺ അത് ക്ലാസ് വെച്ചിട്ട് കോൾ ചെയ്യും. ദെൻ കോൾ ചെയ്തിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും അത് ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂ ആണോ, ഫ്ലോട്ട് ആയിട്ടുള്ള വാല്യൂ ആണോ, ബൂളിയൻ ആയിട്ടുള്ളതാണോ. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഡേറ്റ ടൈപ്പുകളുണ്ട്. അതായത് ഡേറ്റ ടൈപ്പുകൾ നമ്മൾ ഇൻറ്റീജർ ആയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻറ്റീജർ ഉണ്ട്, ബൂളിയൻ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിങ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഡേറ്റ ടൈപ്പുകളുണ്ട്. സോ ഇതിനകത്ത് ഏത് ഡേറ്റ ടൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വേരിയബിളിനകത്ത്, ഇപ്പോൾ എ ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ആയിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രിന്റ് ഫംഗ്ഷൻ വെച്ചിട്ട് അല്ല ടൈപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പാണ് ഡേറ്റ ടൈപ്പ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കോൾ ചെയ്യുന്നത് ക്ലാസ് ആയിട്ടായിരിക്കും. അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ന് പറയുന്ന വേരിയബിൾ നെയിമാണ് അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഒബ്ജക്റ്റ് സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ട്രിങ് ഒബ്ജക്റ്റ് ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. സോ അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ദെൻ അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡേറ്റ ടൈപ്പിൽ നമുക്ക് മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഈ പൈത്തണിൻ്റെ കേസിനകത്ത് നമ്മൾ ഇനീഷ്യലി ഇപ്പോൾ ഈക്വൽ ടു ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ നെയിം ആണെങ്കിൽ ബിനു എന്ന് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും സ്ട്രിങ് ആണെന്നുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും. ഇനി ബി ഈക്വൽ ടു 10.20 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലോട്ടാന്നുള്ളത് ഇത് മനസ്സിലാക്കും. ഇനി ബൂളിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ഓർ ഫോൾസിന്റെ കേസാണ്. അത് ഒന്നെങ്കിൽ 10 എന്ന് പറയാം, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്, അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ കണ്ടീഷനിലാണ് നമ്മൾ ബൂളിയൻ അറ്റാക്ക് ചെയ്യുന്നത്. സോ എ ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ബൂളിയൻ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിലും ബൂളിയൻ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ടൈപ്പ് റിസൾട്ട് വരുവാണെങ്കിൽ അത് ബൂളിയൻ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഇനി നമുക്ക് ബൈനറി ഹെക്സാഡെസിമൽ വാല്യൂസിനെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് 0B, അതായത് 0B അല്ലെങ്കിൽ 0B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനറി വാല്യൂസിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. 0B അല്ലെങ്കിൽ 0B ഡിഫൈൻ ചെയ്യുന്നത് ബൈനറി വാല്യൂസിനാണ്. 0 സ്മോൾ ലെറ്റർ O അല്ലെങ്കിൽ 0 ഡിഫൈൻ ചെയ്യുന്നത് ഒക്ടൽ വാല്യൂസിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. 0x സ്മോൾ ലെറ്റർ X, 0X വരുവാണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്ന ഹെക്സാഡെസിമൽ വാല്യൂസിനാണ്. 0x 0 സ്മോൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബൈനറി വാല്യൂസിന് റീഡ് ചെയ്യണമെങ്കിൽ 0B കൊടുക്കുക, എന്നിട്ട് ഒരു ബൈനറി വാല്യൂസ് കൊടുക്കുക. ഇപ്പോൾ 10 എന്നൊരു ബൈനറി വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് അതിനനുസരിച്ച് റിസൾട്ട് ഔട്ട്പുട്ട് നമുക്ക് റീഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഒക്ടൽ വാല്യൂസ് റീഡ് ചെയ്യണമെങ്കിൽ 0O കൊടുക്കുക. ദെൻ ഇപ്പോൾ 1 2 3 എന്നൊരു ഒക്ടൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് റീഡ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. ഈ രീതിയിൽ നമുക്ക് ബൈനറി ഒക്ടൽ ഡെസിമൽ വാല്യൂസിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ നമുക്ക് പ്രോഗ്രാമിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ ഞാൻ പുതിയൊരു സ്ക്രിപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡേറ്റ ടൈപ്പ് എന്ന നെയിം കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ക്യാപിറ്റൽ എ കൊടുക്കാം. ദെൻ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ദെൻ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ബി എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിന് ഞാൻ 2.54 കൊടുത്തു. ദെൻ സി എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ ഡബിൾ കോട്ടിൽ ബിനു എന്ന് നെയിം കൊടുത്തു. അവിടെ ഡബിൾ കോട്ട് ഇത് സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡബിൾ കോട്ടിനകത്ത് അല്ലെങ്കിൽ സിംഗിൾ കോട്ടിനകത്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഡി എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ക്യാപിറ്റലിൽ ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കിത് ഏത് ടൈപ്പ് ഡേറ്റ ടൈപ്പ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്രിന്റ്
പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ടൈപ്പിനകത്ത് ആദ്യമേ നമുക്ക് എ കൊടുത്തു നോക്കാം. ദെൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എ വർക്ക് ചെയ്യുന്നത് ഇൻറ്റീജർ ആയിട്ടാണ്. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേരിയബിൾ നെയിം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിയാൽ ഒന്നാമത്തെ ഇൻറ്റീജർ ആയിട്ടാണ് ഡേറ്റ ടൈപ്പ് എടുക്കുന്നത്, രണ്ടാമത്തെ ഫ്ലോട്ട് ആയിട്ടാണ്, മൂന്നാമത്തെ സ്ട്രിംഗ് ആണ്, നാലാമത്തെ ബൂളിയൻ ആണ്. അപ്പോൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് ആണ് വാല്യൂസ് വരുന്നത്. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ആണ്. അത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഇപ്പോൾ 1 2 3 അങ്ങനെ എത്ര വാല്യൂസ് ആണെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പേസ് എത്രയാണോ മെമ്മറി എത്രയാണോ അങ്ങനെ എത്ര വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഫ്ലോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. സ്ട്രിംഗ് വാല്യൂസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൂളിയൻ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ടിക്ക് പകരം ഇവിടെ ടി ക്യാപിറ്റലിന് പകരം സ്മോൾ ടി കൊടുത്താൽ എന്ത് പറ്റും? നമുക്ക് എററാണ്. ഇപ്പോൾ എറർ വരുന്നത് നെയിം എററാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെയിം എറർ മീൻസ് ചെയ്യുന്നത് നമ്മൾ ട്രൂവിൻ്റെ നെയിമിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ടി ക്യാപിറ്റൽ അല്ല കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നെയിം എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. എഫ് എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എ പ്ലസ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ പറ്റുമോ? എ പ്ലസ് ബി എന്ന് കൊടുത്തതിൻ്റെ, അല്ലെങ്കിൽ എ ഇല്ല, നമുക്ക് ക്യാപിറ്റലാണ് വേരിയബിൾ നെയിം കൊടുത്തത്. എ പ്ലസ് ബി എന്ന് കൊടുത്താൽ എന്ത് പറ്റും? ഇവിടെ എററൊന്നുമില്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ എററില്ല, ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഇത് ഫ്ലോട്ടും ഇൻറ്റീജർ ആയതുകൊണ്ട് അത് ആഡിങ് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ട്രിങ് ആഡ് ചെയ്യുമോ നോക്കാം. ഇവിടെ ബിക്ക് വരെ ഞാനിവിടെ സി കൊടുത്തു. സി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അന്നേരം ടൈപ്പ് എററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രിങ്ങും, അതായത് ഇൻറ്റീജറും സ്ട്രിങ്ങും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്ലസ് സൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റീജറും സ്ട്രിങ്ങും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അൺസപ്പോർട്ടഡ് ഓപ്പറേറ്റർ ടൈപ്പാണ് ഈ സി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിയും എയും ഇൻറ്റീജറും സ്ട്രിങ്ങും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു എറർ വന്നിരിക്കുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ ഡേറ്റ ടൈപ്പുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീജർ ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ട് ടൈപ്പ് ഉണ്ട്, സ്ട്രിംഗ് ടൈപ്പ് ഉണ്ട്, ബൂളിയൻ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഹെക്സാഡെസിമൽ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കൊടുത്തത്. 0 ബി ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ബൈനറി എന്ന് പറഞ്ഞാൽ 1 0 അങ്ങനത്തെ വാല്യൂസാണ് വരുന്നത്. 1 0 1 1 അങ്ങനത്തെ വാല്യൂസാണ് വരുന്നത്. സോ ആ വാല്യൂസിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 1 0 1 എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 11 ആണ് അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ബൈനറിയും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 നമുക്ക് O കൊടുത്ത് നോക്കാം. 0 O കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വാല്യൂ വരുന്നത് 521 ആണ് ഇതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കിവിടെ 0x കൊടുത്ത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വാല്യൂസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബൈനറി ഹെക്സാഡെസിമൽ വാല്യൂസിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു സെക്ഷൻ മനസ്സിലായിട്ടുണ്ടെന്നായിരുന്നു. നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ഡീറ്റെയിൽ നോക്കാം.